Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പൈത്തണിൻ്റെ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഒരു വീഡിയോയിലാണ് നമ്മളത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പൈത്തൺ ഫുള്ളി കവർ ചെയ്യില്ല, പക്ഷേ കോമൺലി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് തന്നെ പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ഹാഡ് സിമ്പലിലാണ്. അപ്പോൾ അത് കമൻറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല, ഒരു നോട്ട്സ് പോലെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റ്സിന് ഹാഡ് സിമ്പലും നിങ്ങൾക്ക് മൾട്ടി ലൈൻ കമൻറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ട്രിപ്പിൾ കോട്ട്സിലും മൾട്ടി ലൈൻ കമൻറ്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് മൾട്ടി ലൈൻ കമൻറ്റ്സ് ഒന്നില്ലെങ്കിൽ അതൊരു സിംഗിൾ കോട്ട്സിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിലോ കോഡ്സ് അപ്ലൈ ചെയ്ത്, അതായത് 3 സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ 3 ഡബിൾ കോഡ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമ്മളൊരു വേരിയബിൾ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ പേരും അതിലെ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിങ് ആയ കൃഷ്ണ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പൈത്തണിൽ പ്രിൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സിംഗിൾ കോഡ്സിലോ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലോ കൊടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻറ്റീജേഴ്സ് പൈത്തണിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്പേഴ്സായിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ പൈത്തൺ ട്രീറ്റ് ചെയ്യുന്നത് ഇൻറ്റീജർ വാല്യൂ ആയിട്ടായിരിക്കും. അപ്പോൾ അതിൽ കോഡ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ മറ്റൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ബൂളിയൻസ് ആണ്. അപ്പോൾ അത് ആക്ച്വലി 2 വാല്യൂസ് ആകെയുള്ളൂ, ഒന്നില്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അങ്ങനത്തെയുള്ള ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ ബൂളിയൻസ് എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ടി വെച്ചിട്ടായിരിക്കും ട്രൂ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോൾസ് വാല്യൂ ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പിന്നീട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ഞാനിവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ചെയ്ത വാല്യൂ പിന്നീട് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പുതിയ വാല്യൂ ആയിരിക്കും വരുന്നത്. പിന്നെ പൈത്തണിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസൊക്കെ അലൗഡാണ്. നിങ്ങൾക്ക് ഡിവിഷൻ ചെയ്യാനും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും ഒക്കെ പൈത്തണിൽ അലൗഡാണ്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്സാണ് നമ്മളിതുവരെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കുള്ള മറ്റൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിൽ നമ്മൾക്ക് കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് സിൻടാക്സിൽ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോ വാല്യൂയും, സപ്പോസ് ഇതിൽ ഫസ്റ്റ് എലിമെൻ്റായ 1 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ 0യിൽ നിന്നായിരിക്കും. ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ ഇൻഡെക്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഓഫ് 0 എന്ന് പറയുന്നതായിരിക്കും 1 എന്ന് പറയുന്നത്. എക്സ് ഓഫ് 1 എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു ലിസ്റ്റിൽ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോലെ തന്നെ ഇതിനെ നമുക്ക് ഓരോ ഐറ്റം 1 അറ്റ് എ ടൈമിൽ കാണിക്കണമെങ്കിൽ ലൂപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ഐറ്റം ഇന്ന് നമ്മൾ ആ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രിൻ്റ് ഔട്ടായിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൈത്തൺ ഇൻറ്റൻറ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെയല്ല. നമ്മളൊരു ബ്ലോക്ക് ഓഫ് കോഡ്, ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഒരു കോഡിനാണ്, ഈ ഒരു ഭാഗത്തിനാണ് നമ്മളൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ജനറൽ ഈ ഒരു സ്പേസിൽ നിന്ന് 4 സ്പേസ് അകത്തേക്ക് വന്നിട്ട് വേണം അടുത്ത ബ്ലോക്കിൻ്റെ അകത്തെ കോഡ് എഴുതാനായിട്ട്. നമ്മൾ സിയിലോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു ബ്രാക്കറ്റ് സിൻടാക്സ് പൈത്തണിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം വരെ എക്സിക്യൂട്ട് ആവുന്ന ആ ഒരു ലൂപ്പിനെയാണ് നമ്മൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ട് ഈക്വൽ ടു 5 എന്നൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കൗണ്ടിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന ആ ഒരു സമയം വരെ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അവിടെ നമ്മൾ കൗണ്ടിൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് കൊടുക്കുകയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൂപ്പ് എൻഡ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഇവിടെ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ
കൗണ്ട് മൈനസ് ഈക്വൽ ടു 1, അതായത് ഓരോ ലൂപ്പിങ്ങിലും കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ 5 to 0 വരെ നമുക്കിവിടെ എക്സിക്യൂട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പൈത്തണിലെ 2 മെയിൻ ലൂപ്സ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോർ ലൂപ്പ് ഈ ഒരു രീതിയിലും, അതായത് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് റേഞ്ച് ഓഫ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫോർ ലൂപ്പ് ഫോർ ഐറ്റം ഇൻ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 2 പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ നമുക്ക് ഐറ്റം എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്താലും ഈ ഒരു റേഞ്ച് ഓഫ് ഐറ്റംസ്, അതായത് 0 to 5 വരെയുള്ള നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും ബൈ ഡിഫോൾട്ട്. അതാണ് ഇവിടെ 0 കൊടുത്തിരിക്കുന്നത്. 0ൽ നിന്ന് ഉള്ള 5 എലമെൻറ്റ്സ് അതാണ് ഇവിടെ പ്രിൻ്റ് ആയിരിക്കുന്നത്. ഈ ഒരു രീതിയിലും നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാവുന്നത്, നമ്മളിപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഓടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഡാറ്റ ടൈപ്പാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഡിക്ഷണറീസ് എന്ന് പറയും. അപ്പോൾ ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു കീ വാല്യൂ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിക്ഷണറിയിൽ അങ്ങനെ അത് ഓർഡേർഡോ ഇൻഡെക്സ്ഡോ ഒന്നായിരിക്കില്ല ലിസ്റ്റ് പോലെ. അപ്പോൾ അതിൽ നമ്മൾ നെയിംസ് വെച്ചിട്ടാണ്, ഇതുപോലെ ഈ നെയിം വെച്ചിട്ടാണ് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതൊരു ഡാറ്റ ടൈപ്പ് നമുക്ക് വാല്യൂ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഡിക്ഷണറിയുടെ വാല്യൂസിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. എക്സ് ഓഫ് നെയിം എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ നമുക്കിവിടെ വരുന്നതാണ്. അപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതല്ല. എക്സ് ഓഫ് ഏജ് കൊടുത്താൽ ഈ ഒരു കാര്യം കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റ്സ് ആണ്. അപ്പോൾ സെറ്റ്സ് യൂസ് ചെയ്യുന്നതും ഈ കേർലി ബ്രാക്കറ്റ് സിൻടാക്സിലാണ്. സെറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെറ്റ്സ് ഒരിക്കലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യില്ല. ഇവിടെ നമ്മൾ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് ഇവിടെ കൊടുക്കുകയാണ്. പക്ഷേ ഇനി ഇവിടെ എസ് എന്ന് പറയുന്ന കാര്യം പ്രിൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഒരു 2 എന്നൊക്കെ പറയുന്നതും 5 എന്നൊക്കെ പറയുന്നതും ഒരു റിപ്പീറ്റഡ് വാല്യൂസ് അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് ആയിരുന്നു. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ്സ് സെറ്റ്സ് അലോ ചെയ്യില്ല. അപ്പോൾ അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു 3 ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് പൈത്തണിലുള്ളത്. നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് കണ്ടീഷണൽസ് ആണ്. അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് കാണിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഈഫ് എൽസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ 20 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഈഫ് എന്ന് പറയുന്ന ഒരു കീവേഡിൽ ഏജ് ഗ്രേറ്റർ ദാൻ 20 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഒരു മെസ്സേജ് കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 20 അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ എൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊടുത്ത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പ്രിൻ്റ് ആയിരിക്കുന്നത് ഏജ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 20, കാരണം ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും കൊടുക്കുന്നത്. കാരണം ഈഫിൻ്റെ അകത്ത് കൊടുക്കുന്ന കണ്ടീഷൻസ് എപ്പോഴും ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കണം കൊടുക്കണം, എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, അടുത്തത് നമ്മൾ നോക്കാൻ പോണ ടോപ്പിക് എന്ന് പറയുന്നത് എക്സെപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ലിസ്റ്റിൽ ഇവിടെ ഒരു 3-4 വേരിയബിൾസ് ഇവിടെ കൊടുക്കുകയാണ്, വാല്യൂസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വാല്യൂസിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ടോട്ടൽ ഐറ്റംസ് ഒക്കെ അറിയണമെങ്കിൽ ലെലിയൻ എന്ന് പറയുന്ന ഒരു കാര്യം ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇല്ലാത്തൊരു ഐറ്റം നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കി ഇൻഡെക്സ് വെച്ചിട്ട് എക്സ് ഓഫ് 6 എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വരുന്ന കണ്ടീഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടെ ഒരു ട്രൈ എന്ന് പറയുന്ന ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഈ ഒരു അവൈലബിൾ അല്ലാത്ത ഒരു ഇൻഡെക്സ് എക്സിൻ്റെ ഇവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കിവിടെ accept എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് അടുത്തത് കൊടുക്കാം. ഇത് എന്ന് പറയുന്നത് എറർ അടിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ബ്ലോക്കിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോളർ മാറുന്നതാണ്. അപ്പോൾ പ്രോഗ്രാം അത് കറക്റ്റായിട്ട് ഈ ഒരു ബ്ലോക്കിലേക്ക് വരികയും നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു ക്രാഷായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ആയപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഈ ഒരു x(6) തന്നെയാണ് പ്രിൻ്റ് ചെയ്യാൻ നോക്കിയതെങ്കിലും നമുക്കൊരു എറർ ഇവിടെ വന്നിട്ടില്ല. കാരണം ഇത് ഈ ഒരു എക്സെപ്ഷനായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പല ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ടൈപ്പ് ഓഫ് എക്സെപ്ഷനും നമുക്ക് പ്രത്യേകമായിട്ട് ക്യാച്ച് ചെയ്യാനൊക്കെ പൈത്തണിൽ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ക്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കൺസെപ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് അതിന് ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്ലാസ് നമ്മളിവിടെ ഒരു ക്ലാസ് നമ്മൾ പേഴ്സണലി പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. അപ്പോൾ ക്ലാസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു ക്ലാസ്സിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും നമുക്ക് കൊടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഫങ്ഷനാണ് ഇനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോളാവുന്ന ആ ഒരു ഫങ്ഷനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസ്ട്രക്ടറിൻ്റെ പേര് __init___ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊടുത്താൽ ഈ ഒരു കൺസ്ട്രക്ടറിൽ കൊടുക്കുന്ന ആ ഒരു കോഡ് ഓട്ടോമാറ്റിക്കലി കോളപ്പ് ആവുന്നതാണ്. നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി കോളപ്പ് ആവുന്നതാണ്. നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മെത്തേഡ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു മെത്തേഡ് ഓട്ടോമാറ്റിക്കലി കോളപ്പായി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിയും മറ്റു പല മെത്തേഡ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ വരുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിനെ മറ്റൊരു ക്ലാസ്സിൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ ഈ ഒരു സിൻടാക്സ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു കൺസ്ട്രക്ടർ കൊടുക്കുകയാണെങ്കിൽ ആ കൺസ്ട്രക്ടർ ത്രൂ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൻ്റെ, അതായത് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു കൺസ്ട്രക്ടറും കോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ അത് കൂടാതെ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യാനായിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സൂപ്പർ എന്ന് പറയുന്നത്. super__init___ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഇവിടെ കോൾ ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റഡ്. അതായത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് എന്ന് പറയുന്നത് പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ഈ ഒരു മെത്തേഡ്സ് മാത്രമല്ല, നമുക്ക് കസ്റ്റമായിട്ട് ഒരുപാട് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഒരു ഒബ്ജക്റ്റ് നൊട്ടേഷനിൽ കോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിനി ഈ ഒരു കാര്യത്തിൽ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റീയൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട സിൻടാക്സ് ഡെഫ് എന്ന് പറയുന്ന ഒരു കീവേഡാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ഫങ്ഷൻ്റെ പേര് ഇവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു റൗണ്ട് ബ്രാക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണമെങ്കിൽ ആ പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന പാരാമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇത് നമ്മളിവിടെ സ്ട്രിങ് കോൺകാറ്റിനേഷൻ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഹലോ പ്ലസ് ആ ഒരു മെസ്സേജാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഡെഫിനേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ ചെയ്യണം. അപ്പോൾ അവിടെ ഗ്രീറ്റ് എന്ന് പറയുന്നത് നെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീറ്റ് ഓഫ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് എന്ന് പറയുന്ന വാല്യൂവിലേക്കായിരിക്കും ഈ ഒരു വാല്യൂ പാസ്സായി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഹലോ കൃഷ്ണ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് റിട്ടേൺ ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെ ഞാൻ ഹലോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ മെസ്സേജ് എന്ന് പറയുന്ന ഒരു
പാരാമീറ്റർ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ വാല്യൂ റിട്ടേൺ എന്ന് പറയുന്ന കീവേഡിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രിൻറ്റിന് പകരം നമ്മളൊരു റിട്ടേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം റിട്ടേൺ ആയിട്ടായിരിക്കും വരുന്നത്. റിട്ടേൺ ചെയ്ത വാല്യൂസ് നമുക്ക് പിന്നെ പ്രോഗ്രാമിങ്ങിൽ ഫ്യൂച്ചർ എക്സിക്യൂഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ നമ്മൾ ഈ ഒരു ഹലോ എന്ന് പറയുന്ന ആ ഒരു കാര്യം സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രിൻ്റ് ഒന്നും വന്നിട്ടില്ല, കാരണം ആ ഒരു വാല്യൂ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിൻ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യുന്നതും റിട്ടേൺ ചെയ്യുന്നതും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇനി നമുക്ക് നോക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഒരു കോഡ് റീയൂസബിലിറ്റിക്ക് തന്നെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ലാർജർ പ്രോഗ്രാംസ് ആവുന്ന സമയത്ത് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പല ഫയൽസിലേക്ക് സ്പ്ലിറ്റ് അപ്പ് ആക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. പൈത്തണിൽ അതുപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇമ്പോർട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുകയാണ്. ഇമ്പോർട്ട് മാത്ത് എന്ന് പറയുന്നത്. മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമുക്ക് മാത്തമാറ്റിക്കലി ആവശ്യമായിട്ടുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ മാത്ത് ഡോട്ട് ഇവിടെ നിങ്ങൾ പൈ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നമുക്കൊരു വാല്യൂ ഇവിടെ കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ഡേറ്റ് യൂസ് ചെയ്യാനായിട്ടും മറ്റ് പല പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതൊരു വളരെ ക്വിക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫുൾ സീരീസ് അല്ലെങ്കിൽ ആ പൈത്തൺ സീരീസ് ഫുള്ളായിട്ട് കണ്ടാൽ മതിയാവും. ഇതൊരു പെട്ടെന്നൊരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ.